അവസാനം ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അത് ഓരോ പഞ്ചും നമുക്ക് തന്നെ കിട്ടുന്നൊരു എഫക്റ്റ് ആയിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവി തന്നെയാണ്. തിയേറ്ററിൽ വന്നാലേ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. ഈ ഒരു ജോണറിൽ കൊണ്ടുവരാൻ പറ്റിയത് നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. സിനിമ സൂപ്പർ അടിപൊളിയാണ് സിനിമ. അതേപോലെ ഒരു മലയാളം മൂവി കാണുന്ന ഒരു ഫീൽ എനിക്ക് തോന്നിയില്ല. ക്യാരക്ടേഴ്സ് ആണെങ്കിലും ആ ഒരു ഇൻട്രിഗ്യൂയിങ് ഫീലും ആ ഒരു ജോണർ ആണെങ്കിലും ഒക്കെ വളരെ രസകരമായിട്ടാണ് പോർട്രേ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫൗണ്ട് ഫൂട്ടേജ് എന്നുള്ള ജോണർ മലയാളത്തിൽ ഇതുവരെ കാണാത്തൊരു ജോണറായിരുന്നു. അതിനോട് 100% നീതി പുലർത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. എനിക്ക് സിനിമേനെക്കാട്ടും സ്റ്റോറീനെക്കാട്ടും മേക്കിങ്ങും അതിൻ്റെ പെർഫോമൻസസുമാണ് ഒത്തിരി ഇഷ്ടമായി. ആ അവസാനം ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അത് ഓരോ പഞ്ചും നമുക്ക് തന്നെ കിട്ടുന്നൊരു എഫക്റ്റ് ആയിരുന്നു. അപ്പോൾ അത്രയും നല്ല രീതിയിൽ എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. സന്തോഷം, മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു എക്സ്പെരിമെൻ്റൽ മൂവി വന്നതിൽ സന്തോഷം. നമുക്ക് മൂവി ആയിട്ടൊന്നും തോന്നില്ല. നമ്മൾ അവിടെയൊക്കെ തന്നെ ജീവിക്കുമായിരുന്നു കുറച്ച് നേരം. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എല്ലാവരും ഇതുവരെ നമ്മളാരും മലയാളത്തിലൊന്നും എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു അടിപൊളി. അല്ല, ഞാനിങ്ങനെ എന്താണ് ആളുകൾക്ക് ഫീൽ ചെയ്യുന്നതെന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് ആളുകൾ വന്ന് പറഞ്ഞു ഒരു അനുഭവമായിരുന്നു പറഞ്ഞു. അത് വളരെ സന്തോഷം. അതിലേക്ക് എനിക്ക് ഈ സിനിമ എത്തിക്കാൻ പറ്റിയത്. അടിപൊളിയായിട്ട് എല്ലാവരും ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമറ ആയാലും ഡയറക്ഷൻ ആയാലും എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സൗണ്ട് എഫക്ട്സ് അടിപൊളിയായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. ലൈക്ക് നല്ലൊരു ഫീല് കിട്ടുന്ന പോലെയാണ് എല്ലാം. ഇതിൽ നമുക്ക് BGM ഇട്ടിട്ടില്ല എന്ന് മനസ്സിലാകത്തേ ഇല്ല. ലൈക്ക് ഡിഫറൻസ് മനസ്സിലാവില്ല. നമ്മൾ ആ ഒരു ഫുൾ മൂവിയിൽ അങ്ങനെ ലയിച്ചു പോകും. പിന്നെ എനിക്ക് തോന്നുന്നു ഇതൊരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവി തന്നെയാണ്. വ്യത്യസ്ത ജോണറിലുള്ള സിനിമയാണ്. നമ്മൾ സ്ഥിരം കാണുന്ന പാറ്റേൺ അല്ല, ഒരു വെറൈറ്റി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് വളരെ ആലോചിച്ചിരുന്നാലാണ് നമുക്കത് മനസ്സിലാക്കാനും കൂടി പറ്റുന്നത്. എന്തായാലും സംതിങ് വെറൈറ്റി ഇൻ ദ മൂവീസിൽ. മഞ്ജു ചേച്ചിയുടെ ഡിഫറെൻറ്റ് ക്യാരക്ടർ ഇഷ്ടമായി. എല്ലാവരും പോയി കാണാം. ഒരു പുതിയൊരു നല്ലൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. ഇത് ഹൊറർ അല്ല, ഒരു ത്രില്ലർ കൈൻഡ് ഓഫ് വിഭാഗത്തിൽപ്പെടുത്താൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് തോന്നിയത്. അതായത് നമ്മൾ ഇത് കോവിഡ് ടൈമിൽ ഷൂട്ട് ചെയ്തത് മണി അതൊക്കെ എനിക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ വ്ളോഗേഴ്സ്, ആ ഇൻഫ്ലുവൻസേഴ്സ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എല്ലാവരും ഇങ്ങനെ ക്യാമറ കൊണ്ട് നടക്കുക, ഡെയിലി റുട്ടീൻ കാണിക്കുക, അങ്ങനെ ആ ഒരു ആസ്പെക്റ്റിലൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും തോന്നുന്നു. ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നോർമലി മഞ്ജുവിനെ ഒരു ഫാമിലി ലേഡി ആയിട്ടല്ലേ കാണാറ്. ഇതിൽ ഇത്തിരി സീരിയസ് റോളായിരുന്നു. ഇഷ്ടപ്പെട്ടു. വിഷ്വൽസ് പുതിയ അനുഭവമായിരുന്നു. അത് ഫുട്ടേജ് ആയിട്ട് എടുത്തുകൊണ്ട് ഡിഫറെൻ്റ് അനുഭവമായിരുന്നു. സിനിമ ഫൗണ്ട് ഫുട്ടേജ് സീരീസ് ആദ്യമായിട്ടാണ് ഇവിടെ പ്രത്യേകിച്ച് നടത്തുന്നത്. ഇറ്റ് വാസ് ഗുഡ് ഇൻ ഇറ്റ് സെൻസ്. ദേ ഡിഡ് റിയലി വെൽ. സിനിമാറ്റോഗ്രാഫി വൈസ് സസ്പെൻസ് ബിൽഡിംഗ് വാസ് റിയലി വെൽ ഡൺ. ആൻഡ് ഐ തിങ്ക് ഈ ഒരു ജോണറിൽ കൊണ്ടുവരാൻ പറ്റിയത് നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. സിനിമ സൂപ്പർ അടിപൊളിയാണ് സിനിമ. എല്ലാവരും അവരവരുടെ പാട്ട് നല്ല ഉഗ്രനായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇറ്റ് ഈസ് വെരി നാച്ചുറൽ, വെരി സട്ടിൽ. മഞ്ജു ചേച്ചിയിലാണെങ്കിൽ തന്നെ ഒരു വേറൊരു മഞ്ജു ചേച്ചി എനിക്ക് കണ്ടതുപോലെ തോന്നി. ഐ എം വെരി ഹാപ്പി. എന്തായാലും ഓഡിയൻസിൻ്റെ കൂടെ കാണാൻ പറ്റുന്നത്. പ്രീമിയർ കണ്ടപ്പോൾ കൂടുതലും നെർവസ് ആയിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ കുറേ ഭാഗങ്ങളൊക്കെ ഞാൻ ബ്ലാങ്ക് ആയിരുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. ഐ വാസ് വെരി ടെൻസ്. ബട്ട് നൗ കുറച്ചുകൂടെ കാമറായിട്ട് എല്ലാ ഓഡിയൻസിൻ്റെ കൂടെ കണ്ടപ്പോൾ ഐ എം വെരി ഹാപ്പി. ആൻഡ് ഹോപ്പ്ഫുള്ളി ലൈക്ക് നല്ല റെസ്പോൺസാണ് നമുക്ക് വന്നതും. സോ ഐ എം ഹോപ്പിംഗ് ഓഡിയൻസ് എല്ലാവരും ഇതിനെ ആക്സെപ്റ്റ് ചെയ്യും. ഇവരെ തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ്. അപ്പം പെർഫോമൻസസ് ആണെങ്കിലും പിന്നെ സിനിമാറ്റോഗ്രഫി, മൂവിലെ എല്ലാം ടെക്നിക്കലി ബ്രില്യൻറ്റ് ഫിലിമാണ്. അപ്പോൾ എല്ലാം തിയേറ്ററിൽ വന്നാലേ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണും. പിന്നെ മഞ്ജു ചേച്ചിനെ ഇതുവരെ കാണാത്ത രീതിയിലാണ് ഈ സിനിമയിലുള്ളത്. അപ്പം പെർഫോമൻസ് ആണെങ്കിലും വിശാഖിൻ്റെ ആയാലും ഇതുവരെ വന്ന സിനിമയിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. ഓഡിയൻസിനോട് കാണാൻ പറ്റിയാൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മളിന്ന് പ്രീമിയറിന് പോയപ്പോൾ കൂടുതലും നമ്മൾ വിളിച്ച ഗസ്റ്റും ക്രൂ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നാണ് ആക്ച്വലി പബ്ലിക്കിനോട് കാണാൻ പറ്റിയത്. ഭയങ്കര ഹാപ്പിയാണ്.